ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. വിഗ്രഹാരാധന, അബദ്ധവിശ്വാസങ്ങൾ, അബദ്ധജടിലമായ ആചാരാനുഷ്ഠാനങ്ങൾ, അതുപോലെ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു വലിയ വിപത്തായിരുന്നു ലോകമയത്വം. പെർഗമസഭയ്ക്ക് പറ്റിയിരുന്ന അപകടം അതാണ്, ലോകമയത്വം. ലോകത്തോട് അനുരഞ്ജനപ്പെട്ടു പോകാൻ, ലോകത്തോട് താതാത്മ്യം പ്രാപിച്ചു പോകാൻ ആഗ്രഹിച്ചു. ലോകത്തിൻ്റെ ഗതികൾക്കൊത്തതുപോലെ നീങ്ങാൻ ആഗ്രഹിച്ചു. എല്ലാവരും പോകുന്ന പോക്കിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. ആരെയും ഒഴിവാക്കണ്ടെന്ന് വിചാരിച്ചു. ലോകമയത്വം ഇന്ന് ക്രൈസ്തവ വിശ്വാസികളിൽ, ക്രൈസ്തവ സഭകളിൽ മൊത്തത്തിൽ പറ്റിയിരിക്കുന്ന അപകടം ലോകമയത്വം. പ്രകടമായ പാവമൊന്നും ഒരുപക്ഷെ വരുന്നില്ലായിരിക്കും. മദ്യപാനമോ അതല്ലെങ്കിൽ കവർച്ചയോ കൊള്ളയോ കൊലപാതകമോ വേശ്യാസംഗമോ അതൊന്നും വരുന്നില്ലായിരിക്കും. പക്ഷേ ലോകമയത്വം മനുഷ്യൻ വിഴുങ്ങിയിരിക്കുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ലോകവും ലോകത്തിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നതിനാണ് എന്നേക്കും ഇരിക്കുന്നത്. ഈ ലോകത്തിൻ്റെ രൂപം ഒഴിഞ്ഞു പോകുന്നുവല്ലോ, എല്ലാം പോകും. ഈ ലോകത്തെയാണെന്ന് മനുഷ്യൻ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ജീവിതം ഇത് അനേകർക്കൊരു പിടികിട്ടാത്തൊരു കാര്യമാണ്, മനസ്സിലാക്കാത്ത കാര്യമാണ്. ലോകത്തിലല്ലേ നാം ജീവിക്കുന്നത്, പിന്നെ ലോകകാര്യങ്ങൾ അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണ്ടേ? വേണ്ടേ? നമുക്കൊരു ജോലി വേണ്ടേ? തൊഴിൽ വേണ്ടേ? ഉപജീവനത്തിനൊരു മാർഗ്ഗം തേടണ്ടേ? ഉപജീവനത്തിനൊരു മാർഗ്ഗം വേണ്ടേ? വേണമല്ലോ. അതുകൊണ്ട് ലോകം എന്ന് പറയുമ്പോഴേക്കും ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പുസ്തകങ്ങൾ വായിച്ചറിഞ്ഞതിന് പുറമേ എൻ്റെ ജീവിതത്തോട് ചേർത്ത് ഞാൻ ചിന്തിച്ചൊരു കാര്യമാണത്. എനിക്ക് ലോകമയത്വം അങ്ങനെ എത്ര ഒരുത്തുണ്ടെന്ന് ഞാൻ ധരിച്ചിരുന്നില്ല. ലോകമയത്വം, വേൾഡ്നെസ് എന്ന് പറയും, ലോകമയത്വം അത്ര ഒരുത്തുണ്ടെന്ന് ഞാൻ ധരിച്ചിരുന്നില്ല. ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ എന്നാലും ഇത്ര ഭയങ്കരമായ ഒരു ആപത്തിൻ്റെ മേലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. എന്നാൽ ഓരോ ദിവസം ചെല്ലും തോറും കർത്താവിനെ കാണിച്ചു തന്നു. ലോകമയത്വമാണത്, ലോകത്തോടുള്ളതായ തന്മയീഭാവമാണത്. തന്മയീഭാവം എന്ന് വെച്ചാൽ താതാത്മ്യപ്പെട്ടു പോകുന്നതാണത്. ലോകത്തിൻ്റെ ബഹുമതി ആഗ്രഹിക്കുന്നതാണത്. ലോകത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിധേയപ്പെട്ടു പോകുന്നതാണത്. ലോകത്തിൻ്റെ മര്യാദകൾക്ക് ചേർന്നതാണത്. എന്നാൽ അതെല്ലാം തള്ളിപ്പറയാനൊരു മനസ്സ് വന്നിരുന്നില്ല. ഞാൻ ഓർക്കുന്നു, ഞാൻ കോളേജിൻ്റെ വരാന്തയിൽ കൂടി വേദപുസ്തകം പിടിച്ചുകൊണ്ട് ഞാൻ നടന്നിട്ടുണ്ട്. കുട്ടികൾ കളിയാക്കോട്ടെ. പക്ഷേ അതിനൊക്കെ മുമ്പ് ഈ വേദപുസ്തകം കൊണ്ട് കോളേജിൽ പോകാൻ എനിക്ക് ഒരു മടിയായിരുന്നു, ലജ്ജയായിരുന്നു. ലോകമയത്വമാണത്, ലജ്ജയായിരുന്നു. പിന്നെ മനസ്സിലാക്കി അതൊരു പാവമാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ കർത്താവിനെക്കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നു, കർത്താവിൻ്റെ തിരുവചനത്തെക്കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നു, പാടില്ല. ഞാൻ പിന്നെ കാരണം അന്ന് കോളേജ് കഴിഞ്ഞ് എവിടെയെങ്കിലും കൺവെൻഷന് പോകും, അപ്പോൾ വേദപുസ്തകം കയ്യിലുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വേദപുസ്തകമായിട്ട് പോയത്, അല്ലാണ്ട് കോളേജിൽ ആവശ്യം ഉണ്ടായിട്ടല്ല. വൈകുന്നേരം എവിടെയെങ്കിലും പ്രസംഗിക്കാൻ പോകാൻ ഈ വേദപുസ്തകം വേണം, വീട്ടിൽ വരാതെ നേരെ പോകുന്നുണ്ട്. എനിക്ക് പിന്നെ ഒരു കോഴ്സില്ലാതായി. ഞാൻ കോളേജിൽ നിന്ന് ഏതെങ്കിലും കൺവെൻഷന് പോകുമ്പോൾ എൻ്റെ സ്റ്റുഡൻസ് ചിലർ അവിടെ ഉണ്ടായിരിക്കും. ചിലർ എന്നെ കളിയാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പിറുപിറുക്കുന്നത് കേൾക്കാറുണ്ട്. അതൊന്നും എന്നെ ബാധിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം അത്രമാത്രം ലോകത്തിൽ ഞാൻ അകന്നത് നിൽക്കുകയായിരുന്നു. പക്ഷേ എങ്കിൽ ഇതെല്ലാം ആണെങ്കിൽ പോലും എനിക്കറിയാമായിരുന്നു ലോകമയത്വം പൂർണ്ണമായിട്ട് മാറിയില്ല എന്ന്. ലോകത്തിൻ്റെ ഇമ്പങ്ങൾ, ലോകത്തിൻ്റെ രസങ്ങൾ, ലോകത്തിൻ്റെ മോദങ്ങൾ, ലോകത്തിൻ്റെ ആഗ്രഹങ്ങൾ, ലൗകികമായ ആഗ്രഹങ്ങൾ, ലൗകികമായി മനുഷ്യരുടെ പ്രശംസ പിടിച്ചു പറ്റാനുള്ളതായ താല്പര്യങ്ങൾ, മനുഷ്യ മുമ്പിൽ വിളങ്ങാനുള്ളതായ ആഗ്രഹം, മനുഷ്യന് നല്ലതെന്ന് പറയണമെന്നുള്ളതായ ആഗ്രഹം, മനുഷ്യന് മുമ്പിൽ ഞാനൊരു മോശക്കാരനാകരുതെന്നുള്ള ചിന്താഗതി, ഇതെല്ലാം ലോകമയത്വമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. വന്നപ്പോഴാണ് മനസ്സിലായത്, ചിന്തിച്ചപ്പോഴും മനസ്സിലായത് ഇതെല്ലാം ലോകമയത്വമാണ്. അപ്പോഴേ മനസ്സിലായത്, എൻ്റെ കർത്താവേ, ഞാൻ തിരുവചനം വായിച്ചപ്പോൾ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നതിനും എന്നേക്കും ഇരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം, ഈ ലോകമയത്വം എല്ലാം ഒഴിഞ്ഞു പോകും. ഞാൻ ഒരാൾ ഈ ഭൂമിയിൽ നിന്ന് മരിക്കുന്നതോടുകൂടി അതെല്ലാം എൻ്റെ ലോകമയത്വം എല്ലാം പോയില്ലേ, എന്ത് പ്രയോജനം? പക്ഷേ ആ ശവക്കുഴിക്ക് അപ്പുറത്തേക്ക്, മരണത്തിൻ്റെ അപ്പുറത്തേക്ക് നിലനിൽക്കുന്നതായ സൗഭാഗ്യം എനിക്ക് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണെന്ന് അറിഞ്ഞ ക്രിസ്തുവിനെ ഞാൻ മുറുകെ പിടിച്ചാൽ ഞാൻ ഭാഗ്യവാനായിരിക്കും. ലോകവും അതിൻ്റെ മോഹം ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നതിനോ എന്നേക്കും ഇരിക്കുന്നു. മാത്രമല്ല ലോകത്തിൻ്റെ ഒഴിഞ്ഞു പോകുന്നുവല്ലോ എന്ന് അപ്പോസ്തലൻ പറയുന്നു. ലോകത്തിൻ്റെ ഒഴിഞ്ഞു പോകുന്നുവല്ലോ, എല്ലാം ഒഴിഞ്ഞു പോകുന്നതാണ്, എല്ലാം മാറിപ്പോകും. ഇന്ന് നല്ലതെന്ന് എത്ര പേര് പറഞ്ഞാൽ എന്താ പ്രയോജനം? പറയട്ടെ, നിങ്ങൾ ചിലർ എന്നോട് പറയുകയാണ്, ഓ സാറ് നല്ല മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ
എന്താ പ്രയോജനം? ഞാനൊന്നുകൂടി ചീർക്കാം, ഒന്നുകൂടി അഹങ്കരിക്കാം, അല്ലേ? അതോടെ ആത്മാവ് താഴെ കുത്തനെ വീണു പോകും. അപ്പോൾ മറ്റുള്ളവരുടെ പ്രശംസ എനിക്ക് കിട്ടിയാൽ അതുകൊണ്ട് എനിക്ക് നഷ്ടമേ ഉള്ളൂ. ആത്മീയമായ നഷ്ടമാണ്. ആളുകളെന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ എനിക്ക് നഷ്ടമാണ്. നല്ലത് പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായാൽ നഷ്ടമാണ്. ആളുകൾ എന്നെക്കുറിച്ച് ബഹുമാനത്തോടെ സംസാരിക്കണം എന്നെനിക്ക് ആഗ്രഹം ഉണ്ടായാൽ നഷ്ടമാണ് പ്രിയപ്പെട്ടവരെ. കാരണം യേശുക്രിസ്തു എങ്ങനെയാണ് നടന്നത്? ലോകത്തിലാണ്, പക്ഷേ ലോകത്തിലുള്ളതിനെ പോലെയല്ല നടന്നത്. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങൾ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങൾ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ലോകം നമ്മെ പകയ്ക്കുന്നു. നമ്മുടെ ഒരു കാലത്ത് സ്നേഹിതന്മാർ നമ്മെ വെറുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു കാലത്ത് നമ്മുടെ അഭ്യുദയകാംക്ഷികളായിരുന്ന ആളുകൾ നമ്മൾ ഇപ്പോൾ വെറുക്കുന്നു. നമ്മെക്കുറിച്ച് അവർക്ക് ഓർക്കുന്നത് തന്നെ ഒരു അലർജിക്കാണ്, അവർക്ക് പ്രയാസമാണ്. അവർക്ക് നമ്മെക്കുറിച്ച് ഓർക്കുന്നത് ഏതോ ഒരു ശല്യക്കാരനാണ് അവർ കരുതുന്നത്. ഏതോ ജീവിക്കാൻ കൊള്ളാത്തൊരു മനുഷ്യനാണ് നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഈ സമൂഹത്തിൽ ചേരാത്തൊരു മനുഷ്യനാണ് നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത്. എന്തുകൊണ്ട്? കാരണം നാം ലോകത്തിൽ നിന്ന് വ്യത്യസ്തരായി നിൽക്കുമോ? പെർഗമോസ് സഭയ്ക്ക് പറ്റിയ വലിയ അപകടം അതാണ്. ലോകത്തിൽ നിന്ന് വ്യത്യസ്തരായി നിൽക്കാൻ താല്പര്യപ്പെട്ടു, പക്ഷേ സാധിച്ചില്ല. ലോകമയത്തിൽ മുങ്ങിപ്പോയി. ലോകമയത്വത്തിൽ മുങ്ങിപ്പോയി. സഭയാണ്, വിശ്വാസികളുടെ സമൂഹമാണ്, രക്ഷിക്കപ്പെട്ടൊരു കൂട്ടമാണ്, പക്ഷേ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ, സഭകളെല്ലാം ഇന്ന് ലോകത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. എല്ലാ സഭകളും, എല്ലാ സമുദായങ്ങളും ലോകത്തിലെ നെടുങ്കൻ ഗോപുരങ്ങളിലേക്ക്, കൊടുമുടിയേറിയ പർവ്വതം പോലുള്ളതായ ഉയർന്ന് വളരെ മനോഹരമായി വിരാജിക്കുന്നതായ കുരിശുതൊട്ടികളിലേക്ക്, കോടികൾ മുടക്കി ഉണ്ടാക്കുന്ന പള്ളികളിലേക്ക്, അതിലേക്കെല്ലാം ലോകം തിരിഞ്ഞിരിക്കുകയാണ്. ക്രൈസ്തവ ലോകം തിരിഞ്ഞിരിക്കുകയാണ്. ഇന്ന് വീണ്ടെടുക്കപ്പെട്ടവരെന്ന് പറയുന്നതായ വിശ്വാസികളിൽ നിന്ന് അഭിമാനിക്കുന്നതായ നവീകരണ സഭകൾ പോലും ഇന്ന് ലോകമയത്വത്തിൽ മുങ്ങിപ്പോയിരിക്കുകയാണ്. എല്ലാവരും അല്ല, അവിടെ ചെറിയ ചെറിയ തിരികൾ കാണും. എല്ലാ സഭകളിലും കാണും അവിടെ ചെറിയ തിരികൾ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെന്ത് പറയുന്നു പ്രിയപ്പെട്ടവരെ? നിങ്ങൾക്കറിയാം ഇതൊക്കെ? നിങ്ങൾ അറിയുന്നുണ്ടോ ഈ കാര്യങ്ങളെല്ലാം? ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്ന മനുഷ്യൻ, ലോകമയത്വമെന്ന് മനുഷ്യൻ മൂടിയിരിക്കുന്നു. ലോകമയത്വം മനുഷ്യനെ ബന്ധിച്ചിരിക്കുന്നു. ലോകത്തിൽ ഉന്നതനാകണമെന്നുള്ള ആഗ്രഹം, എന്നെക്കുറിച്ച് നല്ലതേ പറയാവൂ, നല്ലത് പറയണമെന്നുള്ളതായ ആഗ്രഹം, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ മൂല്യങ്ങളെ കെടുത്തി കളയുന്നതാണ്. ആത്മാവിൻ്റെ മൂല്യങ്ങൾ നശിപ്പിച്ച് കളയുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. പെർഗമോസ് സഭയ്ക്ക് വലിയ അബദ്ധം പറ്റി. ദൈവത്തിന് സ്തോത്രം. പെർഗമോസ് സഭ തകർന്നുപോയി. മനോഹരമായ സഭയായിരുന്നു. നമുക്ക് വായിക്കാം. പെർഗമോസ് സഭയ്ക്കുള്ള ദൂതൊന്നുകൂടി വായിക്കാം. 12-ാം വാക്യം മുതൽ, 2-ാം അധ്യായം 12-ാം വാക്യം മുതൽ. പെർഗമോസിലെ സഭയുടെ ദൂതന് എഴുതുക. മൂർച്ചയേറിയ ഇരുവായ്ത്തലവാളുള്ളവൻ അരുളി ചെയ്യുന്നത്, നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താൻ്റെ സിംഹാസനം ഉള്ളയിടമെന്നും ഞാൻ അറിയുന്നു. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രയേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വയ്പ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അവണ്ണം നിക്കോലാവ്യരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുമുണ്ട്. ആകയാൽ മാനസാന്തരപ്പെടുക. അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ജയാളികളാകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ജയിക്കുന്നവരാകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കുറ്റത്തിനെക്കുറിച്ച് പറയുന്നത് അതിനു വേണ്ടിയാണ്. തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മളെ തള്ളിക്കളയാനല്ല, ഒരിക്കലും തള്ളിക്കളയാനല്ല. നിനക്ക് നന്മ ഉണ്ടെന്നാണ് കർത്താവ് പറയുന്നത്. പെർഗമോസ് സഭയെക്കുറിച്ച് പറയുമ്പോൾ നല്ല കാര്യങ്ങൾ നിനക്കുണ്ട്. നല്ല ചില കാര്യങ്ങൾ നിന്നെക്കുറിച്ച് അഭിപ്രായം പറയാനുണ്ട്. ആദ്യം അതാണ് പറയുന്നത്. നീ സാത്താൻ സിംഹാസനമുള്ളിടത്താണ് നീ താമസിക്കുന്നത്. നീ എവിടെ പാർക്കുന്നത് എനിക്കറിയാം. പക്ഷേ നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു കേട്ടോ. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. കർത്താവ് നല്ല അഭിപ്രായം പറയുകയാണ്.
ഒരുപക്ഷേ നമ്മെ നോക്കിയും ഇതുപോലെ നല്ല അഭിപ്രായം പറഞ്ഞു വരും. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. പ്രതിസന്ധി വന്നപ്പോൾ തളരാതെ നീ പ്രാർത്ഥനയിൽ ഉറ്റിരുന്നു. നല്ലത്. ചില ആവശ്യങ്ങളുടെ ഭാരങ്ങൾ വന്നപ്പോൾ ഒട്ടും വാടിപ്പോകാതെ നീ എൻ്റെ പാദത്തിൽ കിടന്ന് നീ കരഞ്ഞു. നല്ലത്. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. ഒരു കാരണവശാലും ഒരു പാവത്തിലേക്ക് പോവുകയില്ലെന്നുള്ള തീരുമാനം നിനക്ക് ഉണ്ടായിരുന്നു. നല്ലതാണ്, നല്ല തീരുമാനം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ നിനക്ക് പ്രത്യേകിച്ച് ഈ സാത്താൻ പാർക്കുന്നിടത്താണ് താമസിക്കുന്നതെങ്കിലും നിനക്ക് ഒരു പ്രത്യേക ഗുണം ഞാൻ പറയാനുണ്ട്. അത് എൻ്റെ സാക്ഷിയും വിശ്വസ്തമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കളുടെ വിശ്വാസം നിഷേധിച്ചിട്ടില്ല. വിശ്വാസം നിഷേധിച്ചില്ല, വിശ്വാസം തള്ളിക്കളഞ്ഞില്ല. ഒരുപക്ഷേ നമ്മുടെ സ്ഥിതി അല്ലേ ഇത്, നമ്മുടെ അവസ്ഥയല്ലേ ഇത്? വിശ്വാസം തള്ളിക്കളഞ്ഞിട്ടില്ല. ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ പിന്നെയും പ്രാർത്ഥനയ്ക്ക് വരുന്നത്, അല്ലേ? ഒരു വിശ്വാസമുണ്ട്. വിശ്വാസം തള്ളിക്കളഞ്ഞിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. എന്നാൽ കർത്താവ് പറയും, നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയാനുണ്ട്. അതാണ്, ദൈവത്തിൻ്റെ ആത്മാവ് നന്മയും കാണുന്നു തിന്മയും കാണുന്നു. ഉള്ളതുപോലെ കാണുന്നു. നന്മയായ വശങ്ങളെല്ലാം കാണുന്നു, പക്ഷെ തിന്മയും കാണുന്നു. നീ എങ്ങളുടെ വിശ്വാസം നിഷേധിച്ചിട്ടില്ല എങ്കിൽ നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയാനുണ്ട്. എന്താണ്? 1, ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിന്, വിഗ്രഹസേവ. 2, ഇസ്രായേൽ മക്കൾ ദുർനടപ്പ് ആചരിക്കേണ്ടതിന്, ദുർനടപ്പ്. 3, ദൈവമക്കളുടെ ഇടയിൽ ഇടർച്ച വയ്ക്കാൻ നീ മടിച്ചില്ല, ഇടർച്ച വെച്ചു. ദൈവത്തിന് സ്തോത്രം. 1 വിഗ്രഹാരാധന, 2 ലോകമയത്വം. ഇതെല്ലാം ലോകമയത്തോട് ചേർന്ന് വരുന്നു. 3-ാമത്തേതാണ് ദുർനടപ്പ്. ദുർനടപ്പ്. ഇന്ന് മനുഷ്യർ അത് വേണ്ടതുപോലെ ചിന്തിക്കുന്നുണ്ടോ? മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരു ജന്മവാസനയാണ് സെക്സ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടുമാണ്. ആരോഗ്യമുള്ള ഏത് പുരുഷനും ഏത് സ്ത്രീക്കും സെക്ഷുവൽ ഇമോഷൻസ് ഉണ്ടാകും. സെക്സ്, ലൈംഗിക താല്പര്യമുണ്ടാകും, തെറ്റല്ല. പക്ഷേ അത് അനവസരത്തിലാകരുത്. വിവാഹത്തിന് മുൻപ് വേണ്ട. വിവാഹത്തിന് മുൻപ് വേണ്ട. വിവാഹം കഴിഞ്ഞ് സ്വന്തം ഭാര്യയോടല്ലാതെ മറ്റാരോടും വേണ്ട. സ്വന്തം ഭർത്താവിനോടല്ലാതെ മറ്റാരോടും വേണ്ട. എത്രയോ പ്രാവശ്യം പറഞ്ഞതാണ് ഈ കാര്യം. പക്ഷേ ഇന്ന് നമ്മുടെ പല കുട്ടികളും ഇന്ന് ഈ പ്രേമമെന്നൊക്കെ പറഞ്ഞ് സുബോധമില്ലാത്തവരെ പോലെ പോകുന്നു. സുബോധമില്ലാത്തവരെ പോലെ വളരെ അപകടകരമായ നിലയിലേക്കാണ് പോകുന്നത്. സുബോധം നഷ്ടപ്പെട്ടതുപോലെയാണ് പോകുന്നത്. എന്തോ ഒരു മായാശക്തി അവർ വലിച്ചുകൊണ്ട് പോവുകയാണ്. ഇന്ദ്രജാല ശക്തി പോലെ, മായാശക്തി പോലെ ഏതോ ഒരു ഭീകരമായ ശക്തി അവരെ വലിച്ചു കൊണ്ടുപോവുകയാണ്. പ്രേമത്തിൽ കുരുക്കുകയാണ്. പാവം ഈ കുരുന്നുകൾ അറിയുന്നില്ല, കുട്ടികൾ അറിയുന്നില്ല. ഈ പ്രേമം എന്നൊക്കെ പറയുന്നത്, അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നത് പോലും ചില പിള്ളേർക്ക് ദേഷ്യമാണ്. അവർക്കത് കേൾക്കുന്നത് ഇമ്പമല്ല. അനേകം കുട്ടികൾ ഇന്ന് അവരുടെ വിദ്യാഭ്യാസകാലം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഒന്നൊന്നരം സാമർഥ്യമുള്ള കുട്ടികൾ. ഒരിക്കൽ ഇംഗ്ലീഷ് കവി പാടിയതുപോലെ, മ്യൂട്ട് ഇൻ ഗ്ലോറിയസ് മിൽട്ടൺസ്, ദോസ് മ്യൂട്ട് ഇൻ ഗ്ലോറിയസ് മിൽട്ടൺസ്. മിൽട്ടനെ പോലെ നല്ല ഉയർന്നു വരാമായത് കുട്ടികൾ മ്യൂട്ടായിപ്പോയി, നിശബ്ദമായിപ്പോയി. നല്ല ഉയർന്ന തലങ്ങളിലേക്ക് എത്തേണ്ട കുട്ടികൾ ഈ സെക്സിൻ്റെ പിന്നാലെ പോയതുകൊണ്ട് അവർ നിശബ്ദരായിപ്പോയി, കഴിവട്ടരായിപ്പോയി. അവരുടെ ബുദ്ധിയെല്ലാം വികലമായിപ്പോയി, അവരുടെ കഴിവെല്ലാം കേടുപറ്റിപ്പോയി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ ഇതൊക്കെ അല്ലേ? ഇത് കാര്യങ്ങളൊക്കെ അറിയാമോ? അവിഹിതമായ ബന്ധങ്ങളിലേക്ക്, അവിഹിതമായ വീഴ്ചകളിലേക്ക്, അവിഹിതമായ ചേർച്ചയിലേക്ക് ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങൾ പോകാൻ ഇടവരരുത്. ആരും പോകാൻ ഇടവരരുത്. അന്ന് ഏതെല്ലാം നന്മകൾ ആ സഭയെക്കുറിച്ച് പറയാനുണ്ടെങ്കിലും ദുർനടപ്പ് ആചരിക്കാൻ അവർക്ക് ഒരു ദുരുപദേശം ലഭിച്ചു. പിശാച് അനേകരുടെ ഉള്ളിൽ ദുരുപദേശം തരികയാണ്. ഞാൻ വീണ്ടും പറയുന്നു, സെക്ഷൽ ഇൻസ്റ്റിങ്ക്റ്റ്, ഈ ലൈംഗിക വാസന എന്ന് പറയുന്ന ജന്മവാസനയാണ്. ആരോഗ്യമുള്ള യാതൊരാൾക്കും ഉള്ളത് തന്നെയാണ്. അതിലൊരു തെറ്റുമില്ല. പക്ഷേ അത് നമുക്ക് വേണ്ടി നിയമിക്കപ്പെട്ടിരിക്കുന്ന സമയത്തല്ലാതെ ഉപയോഗിച്ച് പോകരുത്. അതിൻ്റെ മായക്കാഴ്ചകളിലേക്ക് പോയാൽ നമ്മുടെ പഠിത്തം മുടങ്ങിപ്പോകും. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ശക്തിയും നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ കരിയർ നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗതയെ നഷ്ടപ്പെട്ടു പോകും. പലതൊന്നും അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, എന്താ യുവജനങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ആരും അറിയുന്നുണ്ടോ? നിങ്ങൾ കുട്ടികൾ അറിയുന്നുണ്ടോ? പിതാക്കന്മാർ അറിയുന്നുണ്ടോ? സഹോദരങ്ങൾ അനേകർ ഇന്ന് ദുർനടപ്പിന് പിന്നാലെ പോകുന്നു. കോളേജിൽ പോവുക അല്ലെങ്കിൽ സ്കൂളിൽ പോവുക എന്ന് പറഞ്ഞാൽ ഒരു ഇണയെ തേടാൻ പോകുന്നത് പോലെയാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇണയെ തേടുക. രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്. KSE എന്നോ SFI എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനമില്ലേ? അതുപോലും ഇണയ്ക്ക് വേണ്ടിയുള്ള മത്സരങ്ങളാണ്, അല്ലാതെ വേറൊന്നുമല്ല. അടിത്തട്ടിൽ ചകഞ്ഞു നോക്കിയാൽ കാണാം ചില പെൺകുട്ടികളെ ആകർഷിക്കാനോ ആൺകുട്ടികളെ ആകർഷിക്കാനോ വേണ്ടിയുള്ള ചില തന്ത്രങ്ങൾ മാത്രം.
ഇതെല്ലാം ഇന്ന് കോളേജുകളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, നാം നമ്മുടെ കുട്ടികളെ നിയന്ത്രിച്ച് നിർത്താൻ ശ്രമിക്കേണ്ടതാണ്. നമ്മുടെ കുട്ടികളെ നാം നല്ല നല്ല ശിക്ഷണത്തിൽ വളർത്തേണ്ടതാണ്, നല്ല നിയന്ത്രണത്തിൽ വരുത്തേണ്ടതാണ്. ഇല്ലെങ്കിൽ നാം പിന്നെ കരയേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തരും ചിന്തിക്കൂ, ഇന്നത്തെ സമൂഹം ഏറ്റവും ഹീനമായ മ്ലേച്ഛമായ ജീവിതവൃത്തികളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വിവാഹപൂർവ്വ ബന്ധം പാവമാണ്, വിവാഹത്തിന് മുൻപുള്ള ബന്ധം പാവമാണ്, ഇതര ബന്ധം പാവമാണ്, വിവാഹം കഴിഞ്ഞ് ഇതര ബന്ധം മറ്റാരിലേക്കെങ്കിലും, ഭർത്താവോ ഭാര്യയോ അല്ല, മറ്റാരിലേക്കെങ്കിലും ബന്ധം പോയാൽ പാവമാണ്. അങ്ങനെ ഇതര ബന്ധങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടാൽ പാവമാണ്. എന്ത് വില കൊടുത്തും നമ്മുടെ വിശുദ്ധി പാലിക്കണം. വിശുദ്ധി, ദൈവത്തിന് സ്തോത്രം. വിശുദ്ധി അത് കൈമുതലായിരിക്കണം. അതിന് പ്രത്യേക ശക്തിയുണ്ട്. വിശുദ്ധി ഉണ്ടെങ്കിൽ പ്രത്യേക ധൈര്യമുണ്ട്. ജീവിതത്തിൽ ഒരു കാരണവശാലും അശുദ്ധി എന്നെ തൊടുകയില്ല, അഴുക്ക് എന്നെ ബാധിക്കുകയില്ല എന്നൊരു തീരുമാനങ്ങൾക്ക് വന്നാൽ നിങ്ങൾ ഭാഗ്യശാലികളാണ്. ഒരു കാരണവശാലും ചിന്തയിൽ പോലും ഒരു അരുതാത്തതായ ചിന്ത മുളയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും എൻ്റെ കർത്താവേ എന്ന് വിളിച്ചു കൊള്ളണം. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾ മറ്റൊന്നും ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങൾ ക്രിസ്തീയ ഗാനങ്ങൾ പാടിക്കൊണ്ട് കിടക്കുക, വേദവാക്യങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് കിടക്കുക. വേണ്ടാത്ത ചിന്തകളൊന്നും വരാൻ ഇടവരികയില്ല. രാവിലെ ഉറക്കം എഴുന്നേറ്റാൽ ഉടനെ വേദവാക്യം ഉച്ചരിച്ചുകൊണ്ട് എഴുന്നേൽക്കുക, ദൈവത്തിന് സ്തുതി കരയേറ്റിക്കൊണ്ട് എഴുന്നേൽക്കുക. കർത്താവേ, ഈ പ്രഭാതം വരെ നീ എന്നെ കാത്തല്ലോ, ഞാൻ എഴുന്നേറ്റല്ലോ, എന്തൊരു അത്ഭുതം, ദൈവമേ നിനക്ക് സ്തുതി പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുക. എവിടെയെല്ലാം നിങ്ങൾ പോകുന്നോ, ഏതെല്ലാം കാര്യങ്ങൾ ഇടപെടുന്നോ, അവിടെയെല്ലാം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധി പാലിച്ചു കൊള്ളണം. വിശുദ്ധി അത് നമ്മുടെ കൈമുതലായിരിക്കണം. ഒരു കാരണവശാലും അശുദ്ധി വരാൻ സമ്മതിക്കരുത്. തിരുവനന്തപുരത്ത് നമുക്കറിയാമല്ലോ, ഞാൻ അത്ഭുതത്തോടെ കാണുന്നു, യൗസേപ്പ്, വേദപുസ്തകത്തിലെ യൗസേപ്പ്, യാക്കോബിൻ്റെ മകനായ യൗസേപ്പ്. അമ്മ അവൻ്റെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി, റാഹേൽ മരിച്ചുപോയി. പിന്നെ അപ്പനാണ് വളർത്തിയത്. ഈ യൗസേപ്പ് അവന് ഒരു വലിയ നിശ്ചിതമായ നിയന്ത്രണമായ ഒരു വ്യക്തമായ ഒരു ഉറപ്പുണ്ടായിരുന്നു, തെറ്റ് പറ്റുകയില്ല എന്ന്, തെറ്റ് വരികയില്ല എന്ന്. അവന് ദൈവത്തോട് അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നു. അവന് ചെറുപ്രായത്തിൽ തന്നെ ദൈവത്തോട് തന്നെ വാക്ക് പറഞ്ഞിരുന്നു. ദൈവം അവന് കൊടുത്തിരുന്ന ഒരു ഉറപ്പ് ചില സ്വപ്നങ്ങൾ കൂടിയാണ്. അവന് സ്വപ്നമുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇത് ആവർത്തിച്ച് പറയട്ടെ, നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടായിരിക്കണം. എന്താണ് നിങ്ങളുടെ സ്വപ്നം? ആത്മീയ ജീവിതത്തിൽ എത്രത്തോളം എനിക്ക് എൻ്റെ കർത്താവിനെ സ്നേഹിക്കാൻ പറ്റുമോ അത്രത്തോളം സ്നേഹിക്കണം. അതാണ് സ്വപ്നം. എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം ഈ ലോകത്തിൽ യേശുവിൻ്റെ പരിശുദ്ധനായി തീരാമോ അത്രത്തോളം എനിക്ക് യേശുവിൻ്റെ പരിശുദ്ധനായി തീരണം. അതാണ് സ്വപ്നം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന് വേണ്ടി എത്രത്തോളം എനിക്ക് ചെലവഴിക്കപ്പെടാൻ പറ്റുമോ അത്രത്തോളം എനിക്ക് ചെലവഴിക്കപ്പെടണം. ഞാനും എനിക്കുള്ളത് അതെല്ലാം ചെലവഴിക്കപ്പെടണം. ഇതൊരു സ്വപ്നമാണ്. ഈ സ്വപ്നം നിങ്ങൾ കൈമുതലാക്കണം. യൗസേപ്പിന് സ്വപ്നം കിട്ടിയിരുന്നു. യൗസേപ്പ് എന്താ ചെയ്ത് നിങ്ങൾക്കറിയാൻ പാടില്ലേ? അവന് അവൻ്റെ സഹോദരന്മാരോടൊരു ഈർഷ്യയുണ്ടായിരുന്നില്ല. പക്ഷേ സഹോദരന്മാർക്ക് അവനോട് അസൂയയായിരുന്നു. പാവം ചെറുപ്പക്കാരനോട് അവർക്ക് അസൂയ. അവർ ബാക്കിയുള്ളവരെല്ലാവരും അവർ ദ്വേഷിച്ചു. അവനെ കൊല്ലുവാൻ പരിപാടി ഇട്ടു. തന്ത്രത്തിന് കിട്ടിയ അവസരത്തിൽ, സൗകര്യത്തിന് അവനെ കിട്ടിയ സമയത്ത് അവനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. അവിടെ കിടന്നുകൊണ്ട് കരഞ്ഞതല്ലാതെ ഒരു ചീത്തവാക്ക് പറഞ്ഞില്ല. കരഞ്ഞു, രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരഞ്ഞു. ആര് കേൾക്കാൻ? അവൻ കൊണ്ടുവന്ന ആഹാരം കഴിച്ചുകൊണ്ട് പുറത്തിരിക്കുകയാണ്. പുറത്ത് പൊട്ടക്കിണറ്റിൻ്റെ പുറത്ത് അവരിയ്ക്കുകയാണ്, അപ്പുറത്തിരിക്കുകയാണ്. അവൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനോട് കരയുന്നോ ഇല്ലയോ അതവർക്ക് വിഷയമല്ല. ആ സഹോദരന്മാരെല്ലാവരും ഭക്ഷണം കഴിച്ചിരുന്നപ്പോഴേക്കും അപ്പോഴും അതിലെ ഒരു കച്ചവടക്കാരുടെ സമൂഹം വരുന്നു. ഇസ്മായിൽ കച്ചവടക്കാർ അവരടിമകളെ വാങ്ങിക്കൊണ്ട് വിൽക്കാൻ കൊണ്ടുപോകുന്നവരാണ്. അവർ വിചാരിച്ചു, അവനൊക്കെ പൊട്ടക്കിണറ്റിൽ കിടന്ന് ചത്താൽ നമുക്കെന്താ പ്രയോജനം? അവനെ പിടിച്ച് ആ കച്ചവടക്കാർ കൊടുത്താൽ കിട്ടുന്ന പൈസ കയ്യിലാകുമല്ലോ. അവനെ പൊക്കിയെടുത്തു. ശരീരത്തിൽ ചില പോറലുകളും മുറിവുകളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ സാരമില്ല, അവനെ കൊണ്ടുപോയി അവരുടെ കയ്യിൽ കൊടുത്തു. ആ കച്ചവടക്കാർക്ക് അവനെ കൊടുത്തപ്പോൾ 20 വെള്ളിക്കാശ് കിട്ടി. 20 വെള്ളിക്കാശ് അവരുടെ പോക്കറ്റിൽ സൂക്ഷിച്ചു സഹോദരന്മാർ. ഇവനെ ചൂടടയാളം വെച്ച് ശരീരത്തിൽ തുടയിൽ ഇരുമ്പ് ഒഴിപ്പിച്ച് വെച്ച് തുടയിലെ മാംസവും ത്വക്കും കൂടി അങ്ങ് കരിഞ്ഞ് ഉണങ്ങി ആ ശരീരം അതുപോലെ വേദനിച്ച് പൊളയുമ്പോൾ അവൻ തിരിഞ്ഞു നോക്കി ചേട്ടന്മാർ പറഞ്ഞു, അയ്യോ എന്നെ വിട്ടുകളയല്ലേ എന്ന്. കേട്ടുമട്ട് കാണിച്ചില്ല. ഇവിടെ എതിർപ്പല്ലേ വന്നത്, എവിടെ എതിർപ്പ്? പാവം. ആ ചെറുപ്പക്കാരനെ അവർ കൊണ്ടുപോയി പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ, ഈജിപ്തിൽ പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ കൊണ്ടുപോയി വിറ്റു. അപ്പോഴാണ് പിശാചിൻ്റെ പരിപാടി, രണ്ടാമത്തെ പരിപാടി തുടങ്ങിയത്. ആദ്യം കൊല്ലാൻ പിശാച് പരിപാടി കിട്ടും. ഏറ്റവും ഉന്നതമായൊരു സ്ഥാനമാണ് ദൈവം മുന്നോട്ട് കരുതിയതെന്ന് പിശാചിന് അറിയാമായിരുന്നു. ഉന്നതമായൊരു സ്ഥാനം മുന്നോട്ട് കരുതിയിരുന്നു.
അത്യുന്നതമായൊരു സ്ഥാനം അവന് വേണ്ടി ദൈവം കരുതിയിരുന്നു. ആ സ്ഥാനത്ത് അവൻ വരാതിരിക്കാൻ അവനെ കൊല്ലാമെന്നാണ് അവർ തീരുമാനിച്ചത്. അവരല്ല, അവരുടെ പിന്നിലുള്ള പിശാച്. ഇന്ന് നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ പിശാചാണ് എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ഇല്ലാത്തത് പറയുന്നുണ്ടെങ്കിൽ പിശാചാണ് എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് കിംവദന്തികൾ വരുത്തുന്നെങ്കിൽ പിശാചാണ് പ്രവർത്തിക്കുന്നത്. യൗസേപ്പിനെക്കുറിച്ച് അവർ ഏതെല്ലാം തരത്തിൽ നിരൂപിച്ചെങ്കിലും ആ ജ്യേഷ്ഠന്മാരുടെ എല്ലാം പിടിയിൽ നിന്ന് വിട്ട് അവനോട് ചെന്നപ്പോൾ പിശാച് പിന്നെ അടുത്ത പടി നോക്കിയത് അവനെ പാവിയാക്കാനാണ്, അശുദ്ധനാക്കാനാണ്. അതിന് പിശാച് അവിടെ കണ്ട ഒരു ഉപകരണം, അല്ലെങ്കിൽ അതിന് കണ്ടത് ഒരു ഉപാധി അവിടുത്തെ പത്തിവരൻ്റെ ഭാര്യ, ആ സുന്ദരിയായ സ്ത്രീയാണ്. ആ ചെറുപ്പക്കാരി അവനെ തിന്മയ്ക്ക് ക്ഷണിച്ചു, തിന്മ ചെയ്യാൻ വിളിച്ചു. അവനോർത്തു, എനിക്കൊരു സ്വപ്നമുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എനിക്കൊരു സ്വപ്നമുണ്ട്. ഞാൻ യേശുവിൻ്റെ വിശുദ്ധനാണ്, ജീവനുള്ള ദൈവത്തിൻ്റെ വിശുദ്ധനാണ്. ഒരു കാരണവശാലും എനിക്ക് അശുദ്ധി പറ്റാൻ സമ്മതിക്കുകയില്ല. ആ സ്വപ്നത്തിലേക്ക് ദൈവൻ നടത്തുകയാണ്. അവന് പരാതിയില്ല, പരിഭവമില്ല. സ്വന്തം ഉടുവസ്ത്രം പോലും ഇട്ടേച്ച് അവൻ ഓടിപ്പോയി. ആ സ്ത്രീ ദേഷ്യം കൊണ്ട് അവനെ കാരാഗ്രഹത്തിലിട്ടു. 13 കൊല്ലം കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴും ഈ ചെറുപ്പക്കാരനൊരു വിരസതയുമില്ല, ഒരു മടുപ്പുമില്ല. എന്തൊരു അത്ഭുതം! എന്നാൽ ഒരു തെറ്റ് ചെയ്യാതെ ഞാൻ കാരാഗ്രഹത്തിലായിപ്പോയല്ലോ എന്നുള്ള ചോദ്യമില്ല. എങ്കിലും ദൈവം എന്നെ കാക്കാൻ എന്താണെന്നുള്ള ചോദ്യമില്ല. പക്ഷേ അവനറിയാമായിരുന്നു ഒരു സ്വപ്നമുണ്ട്, ആ സ്വപ്നം ഒരിക്കൽ നിറവേറും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കൊരു സ്വപ്നം വാങ്ങണം. നിങ്ങൾ ചോദിച്ചു വാങ്ങണം. കർത്താവേ, എനിക്ക് സ്വപ്നം, ഉന്നതമായ ആത്മീയ നിലവാരത്തിലേക്ക് ഉയരാനുള്ള ഒരു സ്വപ്നം എനിക്ക് വേണം. അത്യുന്നതമായ ആത്മീയ നിലവാരത്തിൽ ഉയർന്ന് എൻ്റെ നാഥനെ സ്തുതിപ്പാൻ, മാലാഖമാ സ്തുതിക്കുന്ന പോലെ സ്തുതിപ്പാൻ, മേൽപ്പെട്ട ഉയരങ്ങളിൽ ഉന്നതങ്ങളിൽ മാലാഖമാ സ്തുതിക്കുന്ന പോലെ സ്തുതിപ്പാൻ എനിക്കൊരു ഭാഗ്യം തരണം കർത്താവേ. കർത്താവേ, എൻ്റെ മേൽ നിൻ്റെ കൃപയുടെ ആത്മാവിനെ പകരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. 13 കൊല്ലം കാരാഗ്രഹത്തിൽ കിടന്നു. പിന്നീടാണ് യൗസേപ്പ് മിസ്രയീമിൻ്റെ, ഈജിപ്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനമന്ത്രിയായി മാറിയത്. ദൈവത്തിന് സ്തോത്രം. അത്ഭുതം. അത്ഭുതങ്ങളിലൂടെ നിങ്ങളെയും നടത്തും, അത്ഭുതങ്ങളിലൂടെ. ദാവീദൊരിക്കൽ പറഞ്ഞു, ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു. സ്തോത്രം. ആ വാക്യം എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു. സ്തോത്രം. ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു. ദാവീദ് എഴുതുന്ന സങ്കീർത്തനം, ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അനേകർക്ക് ഒരത്ഭുത വിഷയമായി നിങ്ങൾ ഈ ഭൂമിയിൽ നിൽക്കണം. കറതീണ്ടാത്തവരായി നിങ്ങൾ ഈ ഭൂമിയിൽ നിൽക്കണം. ഒരണുവിൽ പോലും തെറ്റുപറ്റാത്തവരായി നിങ്ങൾ നിൽക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധി നിങ്ങളുടെ ദൈവശിഖയായി നിങ്ങൾ കയ്യിൽ ഉയർത്തിപ്പിടിക്കണം. വിശുദ്ധിയായിരിക്കണം നിങ്ങളുടെ തേജസ്, നിങ്ങളുടെ ശക്തി അതായിരിക്കണം, വിശുദ്ധി. അങ്ങനെ നിങ്ങൾക്ക് നിൽക്കുമ്പോൾ അപ്പോഴാണ് ദൈവം നിങ്ങൾ പ്രസാദിക്കുന്നത്. ദുർനിറപ്പ് ആചരിക്കാൻ ഒരിക്കലും വരരുത്. പെർഗമോസഭയ്ക്ക് പറ്റിയ ദൂത് ദുർനിറപ്പിലേക്ക് അവർ വശീകരിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഈ അപകടം നിങ്ങൾക്കാർക്കും വരരുത്. നിങ്ങളുടെ ജീവിതം വിശുദ്ധമായിക്കൊള്ളു. അഥവാ ഏതെങ്കിലും വന്നുപോയെങ്കിൽ, വന്നുപോയത് എല്ലാം വേദനയോടെ മറ്റാരോടും പറയാതെ രഹസ്യമായി യേശുവിനോട് ഏറ്റുപറയുക. ഭർത്താവ് പറയുന്നത് ഭാര്യ അറിയണ്ട, ഭാര്യ പറയുന്നത് ഭർത്താവ് അറിയണ്ട, അപ്പൻ പറയുന്നത് മക്കൾ അറിയണ്ട, പരസ്പരം അറിയണ്ട. തനിയെ ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ദൈവത്തോട് എല്ലാം എണ്ണി ഏറ്റുപറയുക. എല്ലാം ഏറ്റുപറഞ്ഞിട്ട്, കർത്താവേ, എനിക്ക് നാഥ നിൻ്റെ വിശുദ്ധനായി തീരാൻ കൊതിയുണ്ടല്ലോ. നിങ്ങൾ പറയണം, യേശുവേ, എനിക്ക് നിൻ്റെ വിശുദ്ധനായി തീരാൻ ആഗ്രഹമുണ്ടല്ലോ. യേശുവേ, എനിക്ക് നിൻ്റെ വിശുദ്ധനായി ജീവിക്കാൻ താല്പര്യമുണ്ടല്ലോ. കർത്താവേ, നല്ല ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നതിനാണല്ലോ നീ. നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് തരുമെന്നാണല്ലോ നിൻ്റെ വാഗ്ദത്വം. അതുകൊണ്ട് ഈ നല്ല ആഗ്രഹം ഞാൻ തിരുമ്പാവിക്കുകയാണ്. എനിക്കൊരു വിശുദ്ധനായി ജീവിക്കണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എന്ത് പറയുന്നു പ്രിയപ്പെട്ടവരെ? നിങ്ങൾക്ക് ആഗ്രഹം വരുന്നുണ്ടോ? ഒരു വിശുദ്ധനായി ജീവിക്കണം. ഇതുവരെ അശുദ്ധിയെല്ലാം പാടെ നീക്കിക്കളഞ്ഞിട്ട്, തിരുരക്തത്താൽ കഴുകപ്പെട്ടിട്ട്, യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ എല്ലാം മോചനം പ്രാപിച്ചിട്ട്, ഇനിമേലൊരു അശുദ്ധി പറ്റാതെ ഒരു പുതിയ മനുഷ്യനെ എനിക്ക് ജീവിക്കണം. തീരുമാനിക്കാമോ നിങ്ങൾക്ക്? ഇപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം. ദൈവത്തോട് വാക്ക് പറയാം, കർത്താവേ, ഇനിമേൽ മനസ്സറിഞ്ഞൊരു പാവം വരാതെ നാഥ ഞാൻ വിശുദ്ധനായി ജീവിക്കും. യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധനായി, ഒരു സെയിൻലി മാൻ, വിശുദ്ധനായി ഞാൻ ജീവിക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ തീരുമാനിക്കൂ പ്രിയപ്പെട്ടവരെ. ആ തീരുമാനം കർത്താവ് മുദ്ര വയ്ക്കട്ടെ. ആ തീരുമാനം കർത്താവിനനുസരിച്ച് എത്തട്ടെ. ആ തീരുമാനം കർത്താവ് മുദ്ര വെച്ച് സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കട്ടെ. നിങ്ങളുടെ ബന്ധനങ്ങൾ കർത്താവ് അഴിച്ചു മാറ്റട്ടെ. എല്ലാ പാവബന്ധനങ്ങളും, എല്ലാ ശാവബന്ധനങ്ങളും എല്ലാം മാറ്റട്ടെ. നിങ്ങളുടെ മേലുള്ളതായ കൊടിയ പിശാചിൻ്റെ എല്ലാ തന്ത്രങ്ങളും മാറ്റിത്തരട്ടെ. പുതിയ ജീവിതങ്ങൾ തുടങ്ങാനുള്ള കൃപ തരട്ടെ. ദൈവത്തിന് സ്തോത്രം. കർത്താവിലേക്ക് നിങ്ങൾ ഹൃദയം തിരിക്കുകയും യേശുവിൽ നിങ്ങൾ വാക്ക് പറയുകയും, യേശുവേ, ഈ നിമിഷം മുതൽ നാഥ ഞാൻ പുതിയ സൃഷ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹാലലുയ്യ ഹാലലുയ്യ ഹാലലുയ്യ. യേശുവേ ഈ നിമിഷം മുതൽ ഞാൻ പുതിയ സൃഷ്ടി, നിങ്ങളുടെ തണ്ട് വാക്ക് പറയുവീൻ. യേശുവേ ഈ നിമിഷം മുതൽ ഞാൻ പുതിയ സൃഷ്ടി. എൻ്റെ യേശുവേ ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. യേശുവിനോട് നിങ്ങൾ വാക്ക് പറയുമോ? ഹൃദയം നിങ്ങൾ ക്രിസ്തുവിന് തുറന്നു കൊടുക്കുമോ? ഇന്നു മുതൽ പുതിയ ജീവിതം നിങ്ങൾ തുടങ്ങുമോ? എങ്കിൽ നിങ്ങളുടെ പേർ ജീവൻ പുസ്തകത്തിൽ എഴുതി ചേർക്കും. നിങ്ങളൊക്കെ താൻ രണ്ടാമത്തെ വരയിൽ സ്വീകരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വിശുദ്ധന്മാർ പറക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്കും പറന്നു ഉയരാം. സ്തുതിയുടെ ചിറകിന്മേൽ പറക്കാം. സാധിക്കട്ടെ, ആ ഭാഗ്യം നിങ്ങൾ ലഭിക്കട്ടെ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് സ്തുതിക്കാം. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടെ നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി നന്ദിയോടെ സ്തോത്രം. അപ്പോൾ അവിടുത്തെ പ്രിയമക്കളെ ഇവിടെ നിന്ന് കാണുവാൻ എഴുന്നള്ളി വന്നതിനായി നന്ദിയോടെ സ്തോത്രം. കരുണയുള്ള കർത്താവേ, നിൻ്റെ കരസ്പർശം ഏൽക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. ജീവനുള്ള ദൈവമേ, എല്ലാവരെയും വാഴ്ത്തി വിശുദ്ധീകരിക്കണമേ. ഒരു വിശുദ്ധ ജനം എഴുന്നേൽക്കട്ടെ അപ്പാ കർത്താവേ. ഒരു വിശുദ്ധ തലമുറ എഴുന്നേൽക്കട്ടെ കർത്താവേ. വിശുദ്ധിയുടെ ദൈവസേവ നിന്ന ഒരുപറ്റ യുവാക്കന്മാർ എഴുന്നേറ്റ് വരട്ടെ കർത്താവേ. അനേകർ വിശുദ്ധരായി തീരട്ടെ. രണ്ടാമത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരും ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ യാചിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.